എന്താണ് പേര്? അപ്പൊ ഇത് തന്നേട്ടെ എത്തോളൂ. ഇത് മിസ്റ്റർ പ്രമോദ്, ഇത് അദ്ദേഹത്തിൻ്റെ അളിയൻ രജീഷ്. ഞാനൊരു വാർത്താ ചാനലിലൂടെയാണ് പ്രമോദിനെ കുറിച്ച് അറിയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പോളിയോ വന്നിട്ട് അദ്ദേഹത്തിന് നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. ഇപ്പോൾ വയസ്സായ മാതാപിതാക്കളോടൊപ്പം പാലക്കാട് ഹെലപ്പള്ളി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം, വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഏൺ ചെയ്യണം. അതൊക്കെ ഒരു വലിയ ഒരു തോട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഈ പേന ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ പേന എന്ന് പറയുന്നത് എൻ്റെ പടമൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാധാരണ പേന അല്ലത് അല്ലേ? ഈ പേനയുടെ പ്രത്യേകതയെ കുറിച്ചൊന്ന് പറയാം. ഇത് വന്നിട്ട് വിത്ത് പേന, പേപ്പർ വിത്ത് പേന പറയാം. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിടുമ്പോൾ അത് ദ്രവിച്ച് പോയിട്ട് അവിടെ നിന്ന് ഒരു ചെടി മുളച്ച് വരുക. ഇതില് പയറ്, ചീര, വെണ്ട അല്ലേ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്യാറ്. അതായത് ഇത് വെറുതെ കളയാതെ നമ്മൾ പ്ലാസ്റ്റിക് പേന എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, ദ്രവിച്ച് പോകും. അത് വലിയൊരു തോട്ടാണ്. എനിക്ക് തോന്നുന്നു വേറെ ഒരുപാട് പേര് ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിന് ഏതാണ്ട് ഒരു 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു പേനയ്ക്ക്. അത് 10 രൂപയെന്നല്ല, അത് അദ്ദേഹം കണ്ടുപിടിക്കുകയും ഇത് വെറുതെ കളയാതെ അത് വീണ്ടും ഒരു ചെടിയായിട്ട് മുളച്ച് ഒരു ഗ്രൂപ്പിൽ കൂടെയാണ് ഇത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്. ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ. അതെ അതെ, ഞാൻ സാറിൻ്റെ അടുത്ത് പറയായിരുന്നു, പണ്ടൊരിക്കൽ ഞാൻ വായിച്ചു ജപ്പാനിലെ ന്യൂസ് പേപ്പറുകൾ, ചില സ്ഥലങ്ങളിൽ ന്യൂസ് പേപ്പറുകൾ ഇതേപോലെ ചെയ്യുന്നു. അതിലവർ വിത്ത് ഉണ്ടാക്കും. വായിച്ചു കഴിഞ്ഞ ശേഷം അതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ നാരായണൻ ഡോക്ടർ, സജീവ്, ഇവരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു മൊബൈൽ ആകാൻ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ ഇന്നൊരു പ്രത്യേക വീൽ ചെയർ കൊടുക്കുന്നുണ്ട്. നാരായണൻ ഡോക്ടറാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പിന്നെ ഇതിൻ്റെ മുന്നോട്ട് നിന്ന് ഇത് എന്താണ് പ്രാവർത്തികമാക്കിയത്. അങ്ങേക്ക് എന്താ പറയാനുള്ളത്? പ്രമോദ് ഇത്തരത്തിലുള്ളൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു, ജനം ടി വിയിൽ വന്നിരുന്നു. അപ്പോൾ അത് മോഹൻലാൽ സാർ കണ്ടിട്ട് വിശ്വശാന്തിയിൽ ഇങ്ങനൊരു അദ്ദേഹത്തിനൊരു വീൽ ചെയർ കൊടുക്കണം, ഒരു അദ്ദേഹത്തിന് മൊബൈലായി ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടമോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ അത് കാര്യങ്ങൾ അന്വേഷിച്ചു. അതിന് പറ്റിയൊരു വീൽ ചെയർ കണ്ടെത്തി പലരോടും ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ വളരെ നല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു വീൽ ചെയർ ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ അത് നമ്മളിവിടെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായതിലും ലാൽ സാറിനൊപ്പം ഇങ്ങനെയൊരു കാര്യത്തിൽ പങ്കാളിയായതിലും വലിയ സന്തോഷം. എന്താ പ്രമാണം പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റില്ല സാറിനെ കാണാൻ പറ്റിയത്. അങ്ങനെ വരെ എനിക്ക് ഒന്ന് പുറത്ത് പോകാൻ സാറിന്റെ കൈ കൊണ്ട് തരാൻ പറ്റുന്നത് എനിക്ക് വലിയ പുണ്യാണ്. എന്റെ സ്നേഹം അച്ഛനും അമ്മയുടെ പറയാ, എല്ലാവരോടും പറയാ. മരുമകനൊന്നും അളിന്റെ 2 വയസ്സാണില്ല, ആലാട്ടിന്റെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ കരച്ചിൽ നിൽക്കും. അത്രയ്ക്ക് അവന് ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും പിന്നെ നമ്മള് ഈ പേന ഒരുപാട് അതെ, അല്ല അല്ലാതെ നമുക്ക് കുറെ ലോക്ക്ഡൌൺ ടൈമില് പ്രമോദ് ഉണ്ടാക്കിയ 1000-ഓളം പേനകളുടെ സ്റ്റോക്കാണ്. അത് ഞങ്ങൾ വാങ്ങിച്ചോളാം, എന്നിട്ട് ഇത് ആർക്കെങ്കിലും കൊടുക്കാം. ഇതൊരു എന്താ പറയണ്ട, ഒരുപാട് പേർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഒരുപാട് സംഘടനകൾക്ക്, അല്ലെങ്കിൽ ഇപ്പം സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ് അല്ലേ, വീട്ടുകാർക്കൊക്കെ ഒരുപാട് ഇത്തരം പേനകൾ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. ഇതിന് 10 രൂപ എന്നുള്ള അതിന്റെ വിലയല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു വലിയ കർമ്മമാണ്. ഇത് ഏറ്റവും മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓട്ടോഗ്രാഫും തരാം. ആ തീർച്ചയായിട്ടും, അതാ ഞാൻ പറയാം. ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ പേന മാത്രമല്ല, നമ്മുടെ ഒരു എന്താ പറയണ്ടേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആ ഒരു സങ്കടം എന്ന് ഞാൻ പറയുന്നില്ല. അത് മാറ്റി വെച്ചുകൊണ്ട് ഞാനും നിങ്ങളുടെ ഭാഗമാണ്, ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയണ്ടേ, ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.
ഓക്കെ